20th marks as the World Oral Health Day. ഈ വർഷത്തെ തീം A Happy Mouth, A Happy Mind. നമസ്കാരം, ഞാൻ ഡോക്ടർ പാർവതി വിജയ്, അസോസിയേറ്റ് കൺസൾട്ടന്റ്, ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്, അപ്പോളോ അറ്റ്ലറ്റിക്സ് ഹോസ്പിറ്റൽ. ഈ വർഷത്തെ നമ്മുടെ തീം A Happy Mouth, A Happy Mind എന്നാണ്. അതായത് നമ്മുടെ ഓവറോൾ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്ങിന് ഓറൽ ഹെൽത്ത് ഒരു പാർട്ടാണ്. ഹൗ ഡസ് ഇറ്റ് ഇമ്പാക്ട് എന്ന് വെച്ചാൽ, ഓറൽ ഹെൽത്ത് നമുക്ക് ഇംപ്രൂവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകുന്നു. അതുപോലെ തന്നെ ഇറ്റ്സ് എ പോസിറ്റീവ് ഫീലിംഗ്. അതുകൂടാതെ തന്നെ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് സെൽഫ് കെയർ ഇസ് ഓൾവേസ് ഓറൽ ഹെൽത്ത് കെയർ. Now I'm going to bust some myths about oral health practices. ഏറ്റവും ഫസ്റ്റ്, നമ്മൾ ഹാർഡായിട്ട് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പല്ല് പെട്ടെന്ന് ക്ലീൻ ആവും എന്നുള്ളത്. ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുന്നതുകൊണ്ട് പല്ലൊരിക്കലും കൂടുതൽ ക്ലീൻ ആവുന്നില്ല. അതിന് പകരം അവിടെ എനാമൽ കൂടുതൽ തേഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സോ ഓൾവേസ് what dentists recommend is a medium bristle brush which is to be used for brushing. ഭയങ്കര മോണരോഗവും ഇഷ്യൂസും ഉണ്ടെങ്കിൽ മാത്രം ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ സോഫ്റ്റ് ബ്രിസിൽസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹാർഡ് ബ്രിസിൽസ് ഒരു ഡെന്റിസ്റ്റും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമേ അല്ല. ദ സെക്കൻഡ് മിത്ത്, ഷുഗേഴ്സ് മാത്രമാണ് നമുക്ക് കേടുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മധുരപലഹാരങ്ങൾ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് പല്ലില് കേടുണ്ടാകുന്നത് എന്നുള്ളത്. മധുരപലഹാരങ്ങളെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഫുഡും സ്റ്റാർച്ചി ഫുഡ്സും പിന്നെ ഇൻ ബിറ്റ്വീൻ മീൽസ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ കേട് വരാനുള്ള സാധ്യത കൂട്ടുന്നത്. ഫ്രീക്വന്റ് സ്നാക്കിംഗ് എന്നാണ് അതിന് പറയുന്നത്. ഫ്രീക്വന്റ് സ്നാക്കിംഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് DK അല്ലെങ്കിൽ ഡെന്റൽ കേരീസ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. മൂന്നാമത്തെ മിത്ത്, നമ്മുടെ മൗത്ത് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രഷിങ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് മൗത്ത് വാഷ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. മൗത്ത് വാഷ് ഒരിക്കലും ഒരു ഡെന്റിസ്റ്റ് റെക്കമെൻഡ് ചെയ്യാതെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം മൗത്ത് വാഷ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിലുള്ളത് ആന്റി ബാക്ടീരിയൽസ് ആണ്. ഇങ്ങനത്തെ ആന്റി ബാക്ടീരിയൽസ് നമുക്ക് വേണ്ട കുറെ ഗുഡ് മൈക്രോ ഓർഗാനിസത്തിനെ അത് ഡിസ്ട്രോയ് ചെയ്യും. മൗത്ത് വാഷ് ആകെ റെക്കമെൻഡ് ചെയ്യാം നമ്മൾ ഡെന്റിസ്റ്റുകൾ ജനറലി പേഷ്യൻസിന് എന്തെങ്കിലും സർജറി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇവിടെ എന്തെങ്കിലും സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ്. അല്ലാതെ മൗത്ത് വാഷ് ഒരിക്കലും ബ്രഷിങ്ങിന് റീപ്ലേസ്മെന്റ് ആവില്ല. മാത്രമല്ല അതൊരു രീതിയിലും റിഫ്രഷിംഗ് ഫീലിംഗും അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പൊതുവെ കണ്ടുവരുന്ന മിത്ത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗം ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ ബ്രഷിങ് ഒഴിവാക്കണം, അല്ലെങ്കിൽ ബ്രഷിങ് നമ്മൾ കുറയ്ക്കണം എന്നുള്ളതാണ്. പക്ഷെ ഗം ബ്ലീഡിങ് ഇൻ ആസ് സച്ച് അതൊരു ഗം ഡിസീസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഗം ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ ആക്ച്വലി കൂടുതൽ ശക്തിയായിട്ട് ബ്രഷ് ചെയ്യുകയാണ് വേണ്ടത്. അതുകൂടാതെ ഒരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് ഡെന്റൽ ക്ലീനിങ് ചെയ്യണം. അപ്പോൾ ഗം ഡിസീസിന്റെ അളവ് നല്ലോണം കുറയും. അതിനുശേഷം നിങ്ങൾക്ക് ഗം ബ്ലീഡിങ് ബ്രഷിങ് ചെയ്യുമ്പോൾ വരുന്നതും അല്ല. പിന്നെ നമ്മൾ കണ്ടുവരുന്നൊരു മിത്ത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഷുഗർ ഫ്രീ ച്യൂയിംഗംസ് ചൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വായിൽ ഈ ആസിഡ് പ്രൊഡക്ഷൻ കുറയുന്നുള്ളത്. ഈ ഷുഗർ ഫ്രീ ച്യൂയിംഗംസ് നമ്മൾ ചൂ ചെയ്യുന്നതോടെ കുറച്ച് ആസിഡ് പ്രൊഡക്ഷൻ കുറയുന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു ബ്രഷിങ്ങിന് റീപ്ലേസിങ് ആവില്ല. ബ്രഷിങ് ആൻഡ് ഫ്ലോസിങ് ഡസ് ഇറ്റ്സ് ഓൺ വർക്ക്. അപ്പൊ ഒരിക്കലും ഈ പറയുന്ന മൗത്ത് വാഷ് അല്ലെങ്കിൽ ച്യൂയിംഗംസ് ഒന്നും അതിനൊരു റീപ്ലേസ്മെന്റ് ആവില്ല. പിന്നെ നമ്മൾ കണ്ടുവരുന്ന വേറൊരു മിത്ത് എന്താണെന്ന് വെച്ചാൽ, ബേബി ടീത്ത് ആയതുകൊണ്ട് നമുക്കത് ഇഗ്നോർ ചെയ്യാം, കാരണം ആ പല്ലുകൾ പോയിട്ട് വേറെ പെർമനന്റ് പല്ലുകൾ വരുന്നതല്ലേ എന്നാണ്. പക്ഷെ ബേബി ടീത്ത് ഇൻ ഇറ്റ്സെൽഫ് ഹാസ് ഇറ്റ്സ് ഓൺ ഫംഗ്ഷൻ. അതായത് കുഞ്ഞിലെ കുട്ടി ചവയ്ക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ഈ ബേബി ടീത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്. ബേബി ടീത്തിന്റെ ഡെവലപ്മെന്റും മെയിൻ്റെനൻസും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനന്റ് ടീത്ത് കറക്റ്റ് പൊസിഷനിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ടിൽ ദ ഏജ് ഓഫ് ഒരു 5-6 years കുട്ടിക്ക് ബേബി ടീത്ത് മാത്രമേ ഉള്ളൂ. 6 years തുടങ്ങിയാണ് ഏറ്റവും ആദ്യം പെർമനന്റ് പല്ല് വന്ന് പിന്നെ അത് ഫുൾ സെറ്റ് ഓഫ് പെർമനന്റ് പല്ലിലേക്ക് പതുക്കെ ട്രാൻസിഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ പെർമനന്റ് പല്ലിന്റെ പൊസിഷൻ നിശ്ചയിക്കാൻ പോലും ബേബി ടീത്തിന്റെ ഹെൽത്ത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.